നോട്ടീസ് 19-ാം തീയതി കിട്ടി. 19-ാം തീയതി വൈകിട്ടാണ് കിട്ടുന്നത്. അതിലെഴുതിയിട്ടുള്ളത് നിങ്ങൾക്കുള്ള തരാനുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ ഈ പണം തരുന്നതോടും കൂടെ തരും. നിങ്ങൾ 2 ദിവസം കൊണ്ട് 42 മണിക്കൂർ കൊണ്ട് റൂം ഒഴിവായി പോകണമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നിയമ സ്വീകരിക്കുമെന്നാണ് അപ്പൊ ആ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യമില്ല. ഞങ്ങൾ തലമുറയായി ജീവിക്കുന്ന ഒരു മണ്ണിൽ നിന്ന് ഞങ്ങളെ പിടിച്ച് പറിച്ച് പുറത്തേക്ക് ഇടുന്ന പോലെയാണ് ഇപ്പൊ ഈ ഒരു സംഭവം നടക്കുന്നത്. അവര് പുനരധിവാസം എന്ന് പറഞ്ഞ സങ്കല്പം തന്നെ എന്താ? ഒന്ന് ഞങ്ങൾ സഹോദരങ്ങളെ പോലെ ഒരേ ഇതിൽ ജീവിച്ച ആൾക്കാരാ. ഞങ്ങളെ വേർപെരുത്തരുത് എന്നുണ്ടല്ലോ ഗവൺമെന്റ് ഇതാണ് ഇത് നടപ്പാക്കുന്നത്, ഈ പുനരധിവാസം. അതായത് മുണ്ടക്കൈ പുനരധിവാസം നടപ്പാക്കുന്നതിന് നിങ്ങൾ സ്വാഗതം ചെയ്യാണ്. അതേസമയം നിങ്ങൾ കുടിയൊഴിപ്പിക്കുക, ഞങ്ങളെ കുടിയൊഴിപ്പിക്കുക. ഞങ്ങൾ ആ പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ മണ്ണിൽ അതിനുള്ള അവകാശം ഞങ്ങൾക്ക് തീർച്ചയായും എല്ലാം നഷ്ടപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നതാണ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം. അത് നടപ്പാക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തെ ഇരയാക്കിക്കൊണ്ടാവരുത് എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇപ്പൊ ഇവരൊന്നും ഇന്ന് രാവിലെ തൊഴിലിന് പോയിട്ടില്ല, ജോലിക്ക് പോവാതെ ആശങ്കയോടെ നിൽക്കണം. ഇന്ന് ഞായറാഴ്ച എന്തോ ഒരു സമരപ്രഖ്യാപനം എന്തോ നിങ്ങൾ എന്താണ്? ഞായറാഴ്ച ഞങ്ങൾ തൊഴിലാളികൾ എല്ലാവരും സംഘടിച്ചുകൊണ്ട് കുടുംബസമേതം, കാരണം കുടുംബസമേതം ബാധിക്കുന്ന ഒരു വിഷയമാണ്. കുടുംബസമേതം സംഘടിച്ചുകൊണ്ട് അടുത്ത തീരുമാനം എന്താണ്, ഇവരുടെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് വരുന്നത്, അതിനനുസരിച്ച് തീരുമാനം കൈക്കൊള്ളും. അതന്നെ തീരുമാനം. ഞങ്ങൾ എന്തായാലും ഇവിടെ ഞങ്ങളെ ഈ വിഷമത്തിനൊരു പരിഹാരം ഗവൺമെന്റും മാനേജ്മെന്റ് എടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ കല്ലിടൽ കല്ലിടൽ ഇതിനൊന്നും ഞങ്ങൾ എതിരായിട്ട് സമരരംഗത്തുണ്ടാവും. ഞങ്ങളെ റോഡിലേക്ക് ഇറക്കിക്കൊണ്ട് ഒരു പുനരധിവാസത്തിന് ഞങ്ങൾ സമ്മതിക്കില്ല. ഇവര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇവരെ പുറത്തിറക്കി കളഞ്ഞുകൊണ്ട്, അതായത് ഇവര് താമസിക്കുന്നിടത്ത് നിന്ന് ഇറക്കി വിട്ടുകൊണ്ട് മറ്റൊരു വിഭാഗത്തിന് പുനരധിവാസം എന്നത് അനുവദിക്കില്ല. അങ്ങനെ ഒരു ടൗൺഷിപ്പിന് തറക്കല്ലിടാൻ തങ്ങൾ അനുവദിക്കില്ല എന്നതാണ് ഇവർ പറയുന്നത്. ഇവർക്ക് ഈ ടൗൺഷിപ്പ് വരുന്നതിന് എതിർപ്പില്ല. ആളുകൾ വരുന്നത് അവരെ പുനരധിവസിപ്പിക്കുന്നതിനോ മുണ്ടക്കൈ ചൂരൽമല തൊഴിലാളികൾ പുനരധിവസിപ്പിക്കപ്പെടുന്നതിനോ പ്രയാസങ്ങളില്ല. പക്ഷെ ഇവരെ കുടിയിറക്കിക്കൊണ്ടാവരുത് എന്നതാണ് ഇതൊരു ന്യായമായ ആവശ്യം കൂടിയാണ്. എനിക്ക് 9 മാസമായിട്ടല്ലേ ശമ്പളം കിട്ടാനുണ്ട് അല്ലേ? 9 മാസമായി ശമ്പളം കിട്ടാനുണ്ട്. ശമ്പളം മാത്രമല്ല, ശമ്പളമല്ല, ബോണസ്, സെറ്റിൽമെന്റ്, പിന്നെ ഗ്രാറ്റുവിറ്റി. ഞാനൊക്കെ റിട്ടയർമെന്റ് ആയത് ഗ്രാറ്റുവിറ്റി കിട്ടാണ്ട്. പിന്നെ ഈ 10-15 വർഷമായി PF അടച്ചിട്ട് ഞങ്ങൾക്ക് പെൻഷൻ എഴുതിയ പെൻഷൻ വരുന്നില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതികൾ. ഇങ്ങനെ എല്ലാ നിലക്കും കഷ്ടപ്പാടുള്ള ആളുകളോടാണ് ഒരു ദിവസം ഇറങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെടുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം. അതായത് എവിടെ പോകണമെന്ന് അറിയാതെ നിൽക്കുന്നു, പോകണമെങ്കിൽ ഇവരുടെ കയ്യിലെടുക്കാൻ പണമില്ലാതെ നിൽക്കുന്നു. എല്ലാ നിലക്കും പ്രയാസകരമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇവർ നാളെ എവിടെയാകുമെന്ന ഒരു മാനുഷിക പരിഗണനയും എസ്റ്റേറ്റ് ഉടമകൾക്ക് ഉണ്ടായില്ല എന്നത്. ഇങ്ങനെ ടൗൺഷിപ്പിന്റെ വാർത്തകൾ വന്നു തുടങ്ങിയിട്ട് മാസങ്ങളായി. പക്ഷെ എന്നിട്ടും ഇതുവരെ മാനേജ്മെന്റ് ഒരു വാക്ക് പോലും ഇവരുമായി സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരു നോട്ടീസ് അപ്രതീക്ഷിതമായി കൊണ്ടുവന്നു കൊടുക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. മനുഷ്യത്വരഹിതമായ നടപടിയാണ് എസ്റ്റേറ്റ് ഉടമകളിൽ നിന്നുണ്ടാകുന്നത്.